നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി കേട്ടോ. പ്രസിദ്ധാജി പറഞ്ഞ പോലെ ഈശ്വരൻ്റെ കാര്യം നമ്മളെപ്പോഴും ഈശ്വരനെ മുൻനിർത്തി എന്ത് ചെയ്താലും നമുക്കത് സക്സസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈശ്വരനിൽ നമ്മളെല്ലാം അർപ്പിച്ച് നമ്മൾ ഒരു കാര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഭഗവാൻ ചെയ്തു തന്നോളും കേട്ടോ. കാരണം നമ്മൾ പ്രയത്നിക്കുക, അതിൻ്റെ ഫലം ഈശ്വരൻ തന്നോളും കേട്ടോ. അപ്പോൾ കുറേ ടെൻഷനൊക്കെ ഇല്ലാണ്ടാവും നമുക്ക്. ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ കൂടെ കൊണ്ട് നടക്കണ കാര്യം. അപ്പം നമ്മളെപ്പോഴും ഒരു കുഞ്ഞു വിഗ്രഹമോ കുഞ്ഞു ഫോട്ടോ എന്തെങ്കിലും നമ്മളുടെ കൂടെ നമ്മളെവിടെ പുറത്ത് പോകുമ്പോഴും എന്തിനും ഏതിനും നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ട് നടന്നോളൂ. ആ പോയ കാര്യം നമുക്ക് സക്സസ് ആവും കേട്ടോ. ഇത് അനുഭവത്തിൽ നിന്ന് പറയണതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. കാരണം നമ്മൾ ഏത് യാത്രയ്ക്ക് പോയാലും സുരക്ഷിതരായിട്ട് തിരിച്ചെത്തും. അതുപോലെ ഏത് കാര്യം നമുക്ക് നടക്കാനാണോ നമ്മൾ പോകുന്നത് അതുവരെയും അത് യാതൊരു തടസ്സവും ഇല്ലാണ്ട് നമുക്ക് നടത്തി തരും. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കണം എന്നാണ് ആ വീഡിയോയുടെ ഒരു രൂപം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം അനുഭവമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ ഈശ്വരനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷ സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഈശ്വരാധീനമുള്ള ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു തട്ടിപ്പോ ഒരു നുണ പറച്ചിലിനോ ഒന്നും തോന്നൂല. നമ്മൾ എപ്പോഴും ഈശ്വരനിൽ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും കൂടെ ഉണ്ടാവണേ, നല്ലത് വരുത്തണേ, നല്ലത് ചിന്തിക്കണേ, നല്ലത് പറയാൻ തോന്നിക്കണേ എന്നൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരു ആളോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ ആൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ ആയിരിക്കണം. പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. നമ്മൾ ഒരു വട്ടം ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ഫീൽ ചെയ്യുമോ എന്ന് നമ്മൾ സംസാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കൂടാതെ എല്ലാം നമ്മുടെ സ്വന്തമായിട്ട്, അതായത് നമ്മൾ എന്ത് ആരായിട്ടോ പരിചയപ്പെടുന്നത് അവരെല്ലാം നമ്മുടെ സ്വന്തം ആളായിട്ട് കൂടെ കൊണ്ട് നടക്കാം. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ജോലി കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്തിനും ഡെഡിക്കേഷൻ വേണം എന്ന് പറയാൻ കാരണം അതാണ്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ഡെഡിക്കേഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. 9 മണിക്ക് എത്തണമെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്താം. അല്പം നേരത്തെ എത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്ന വാക്ക് പറയിപ്പിക്കരുത്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അതാണ് വേണ്ടത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അത് വേണം. ഇപ്പോൾ പ്രത്യേകം സ്കൂളിൽ ഇപ്പോഴത്തെ കുട്ടികൾ ആകെ മാറിപ്പോയി. കാരണം അവർ അവരുടെ ബിസി ലൈഫായിപ്പോയി. അപ്പോൾ അവർക്ക് പഠിക്കണം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് എങ്ങനെ എൽഡേഴ്സിനോട് പെരുമാറണം എന്ന് അറിയില്ല. ദേഷ്യം കൂടുതലാണ്. ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന റിപ്ലൈ ആയിരിക്കില്ല കിട്ടുന്നത്. അങ്ങനെയൊക്കെ പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ ഇത് സൂചിപ്പിക്കാറുണ്ട്. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല, നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മാനേഴ്സ് എന്താണ്, റെസ്പെക്റ്റ് എന്താണ് എന്നൊക്കെ. ഇപ്പോൾ മോൻ പഠിക്കുന്നത് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ LKG മുതൽ പറഞ്ഞു കൊടുക്കുന്നത് സ്കൂളിലേക്ക് പോരുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ കാല് തൊഴുതിട്ട് വേണം പോരാനെന്നാണ്. എന്നിട്ട് അവർ നമ്മളോടും പറയും, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടികളെ വിടുന്നത്, അവരുടെ തിരക്കിൽ അവർ വിട്ടുപോയാൽ നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം എന്ന് പറയും. ആ ഒരു ശീലം അവരിൽ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം അങ്ങനെ ചില സ്കൂളുകാരൊക്കെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും അഭിപ്രായം പറയുകയാണെങ്കിൽ മിക്ക സ്കൂളിലും കുട്ടികളെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഒരു കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുക. അതായിരിക്കും നല്ലത്. എന്താ ചെയ്യണത് മിക്ക കുട്ടികൾക്കും അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. മിക്ക കുട്ടികളും അതുപോലെ തന്നെ ഒരേ ക്യാരക്ടർ പോലെയാണ്. സംസാരിച്ചു വരുമ്പോൾ അതെല്ലാം എല്ലാ കുട്ടികൾക്കും ഒരേ ക്യാരക്ടറായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരാനുണ്ട് നമ്മുടെ ഇവിടെ കേട്ടോ. എഡ്യൂക്കേഷൻ നല്ലതാണ്, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള റെസ്പെക്റ്റ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതെല്ലാം ചെയ്യുക. പിന്നെ കുട്ടികളിൽ ഈശ്വരൻ ആരാധന അത് ഉണ്ടാക്കുക. എന്നാലേ കുട്ടികൾക്ക് ആ ഒരു ഭയഭക്തി
ബഹുമാനം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ തലമുറയിൽ നമ്മളെ പാരൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ വളർന്നിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുട്ടികളെ ഈശ്വരനെ ഭജിക്കുക, അതുപോലെ ആരാധനകൾ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വരുമ്പോൾ അത് ശരിയാവും കേട്ടോ. അപ്പൊ അത് ചെറിയൊരു അഡ്വൈസാണ് എല്ലാവരും കേട്ടോ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റൊരാൾക്ക് വിഷമം തോന്നരുത്. നമ്മളുടെ ഒരു വാക്കിൽ നിന്നും അവർക്ക് ഒരു വിഷമം ഉണ്ടാവരുതെന്ന് നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ട് വേണം ഒരാളോട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവായിരിക്കാം, എന്നാലും നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കാം, ഇത് പറഞ്ഞാൽ പുള്ളിക്ക് വിഷമമോ, അങ്ങനെ ചിന്തിച്ചിട്ട് സംസാരിക്കുക. അങ്ങനെ പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാം. അപ്പൊ ഇതിനൊക്കെ സാധ്യമാവണമെങ്കിൽ നമ്മൾ ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാം. ഈശ്വരൻ വിചാരിച്ചാൽ നമ്മളെ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക, എപ്പോഴും കൂടി ഉണ്ടാവണേ, നല്ലത് ചെയ്യാൻ പറ്റണേ, നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നണേ, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നല്ലത് പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ ഇവിടെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, പല തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നടക്കാറ് അല്ലേ. എപ്പോഴും ഒരു വാക്കേ ഉള്ളൂ, ഈശ്വരൻ കേട്ടോ. ഈശ്വരനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. പല പല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും. അതുപോലെ നമ്മൾ കുഞ്ഞു വിഗ്രഹം ഫോട്ടോ ഒക്കെ കൊണ്ടു നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്കൊരു തടസ്സമില്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് മുടിയിലേക്ക് കയറാം അല്ലേ. മുടി തന്നെത്താനെയാണോ വെട്ടുന്നത്, ഹസ്ബൻഡാണോ വെട്ടുന്നത്, പാർലറിലാണോ വെട്ടുന്നതെന്ന് ചോദിച്ചു കേട്ടോ. മുടി പാർലറിലൊന്നും വെട്ടാറില്ല കേട്ടോ, ഞാൻ തന്നെത്താനെ വെട്ടാറ്. മുടി ബാക്കിൽ ഇട്ടിട്ട് ബാക്കിൽ ഇങ്ങനെ അറ്റം പിടിക്കും, എന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കളയും കേട്ടോ, മുറിച്ച് മാറ്റും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അത് പൗർണമി ദിവസം ഏറ്റവും ഉത്തമമാണ് കേട്ടോ. പൗർണമി ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അത്യുച്ചത്തിൽ നമുക്ക് എല്ലാ എനർജിയും കിട്ടുന്ന രീതിയിൽ നിൽക്കും കേട്ടോ. അപ്പൊ നമുക്ക് ശരീരത്തിനാണെങ്കിലും തലമുടിക്കാണെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആ ദിവസം ചെയ്യുന്നത് കാരണം അതാണ്. നല്ല പൂർണ്ണ എനർജിയിലായിരിക്കും നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത് കേട്ടോ. നല്ല ശോഭയോടും നല്ല ഫുൾ എനർജി. അപ്പൊ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് നല്ല ബൂസ്റ്റിംഗ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് മുടി അന്ന് നമ്മൾ മുറിക്കണം എന്ന് പറയാൻ കാരണം കേട്ടോ. പിന്നെ നമുക്ക് എന്നും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ കറ്റാർവാഴ. കറ്റാർവാഴയെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്. ഇതാണ് കേട്ടോ കറ്റാർവാഴ. നമുക്ക് ഏത് സീസണിലും ഉപയോഗിക്കാം, വിന്റർ സീസണിലാണെങ്കിലും ഏത് സീസണിലും നമുക്കിത് ഉപയോഗിക്കാം. ഇതപ്പോൾ ഇതിൽ പല ഇൻഗ്രീഡിയൻസും കൂട്ടിക്കൊണ്ടിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം കേട്ടോ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഈ കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ എന്നും പറയുന്ന പോലെ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇറക്കി വെക്കാം. അപ്പൊ ഇതിനുള്ളിൽ ഒരു മഞ്ഞ കളറിലെ ദ്രാവകം ഉണ്ടാവും, അത് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് വീഴും കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ ഇത് മുഖത്താണെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും, അതുപോലെ സ്കാൽപ്പിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒക്കെ ഈ വെള്ളം കളഞ്ഞിട്ട് ദ്രാവകം, മഞ്ഞ ദ്രാവകം കേട്ടോ, അത് കളഞ്ഞിട്ട് വേണം പരത്താൻ. കാരണം അറിയാത്തവർക്ക് അത് ചെയ്യുമ്പോൾ മിക്കവരും പറയും കറ്റാർവാഴ എനിക്ക് അലർജിയാണ്, കാരണം തേക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവണമെന്നൊക്കെ പറയും. പക്ഷെ അത് അലർജി കൊണ്ടല്ല, ഈ മഞ്ഞ ദ്രാവകം കൊണ്ടാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാവുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുറിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം 5-10 മിനിറ്റ് മുക്കി വയ്ക്കുക. ആ വെള്ളം പോയി കഴിയുമ്പോൾ ആ കളറ് കിട്ടും വെള്ളത്തിൽ, അത് പോയി കഴിയുമ്പോൾ നമുക്ക് മുറിച്ചിട്ട് ജെല്ലെടുക്കുക. അതുപോലെ കറ്റാർവാഴ ജെല്ലെടുക്കുന്നത് എങ്ങനെയാണ് അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, കണ്ടു കാണണം കേട്ടോ, നോക്കണേ. അപ്പോൾ ഇന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്ത് ആദ്യം നമ്മൾ ആ മഞ്ഞ ദ്രാവകം കളഞ്ഞിട്ട് ഇതിൻ്റെ 2 മുള്ള് പോലെയുള്ള സൈഡ് കണ്ടോ, അത് നമ്മൾ കളഞ്ഞിട്ട് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജെല്ലെടുക്കുക. ഈ ഫ്രണ്ടിൽ ഈ സ്കിൻ കളയാം, എന്നിട്ട് തൊലി കളയാട്ടോ. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്ത് ജെല്ല് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സൂൾ ഉണ്ട്, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കേട്ടോ, ഇയോൺ ക്യാപ്സൂൾ എന്ന് പറയും. ഇതിൻ്റെ ഓയില്
നമുക്ക് 2-3 എടുക്കാം കേട്ടോ. കുറച്ച് മുടിയുള്ളവർക്ക് ഒരെണ്ണം എടുത്താലും മതി. അല്ല, മുടി ഒരുപാടുള്ളവർക്ക് 2-3 എടുക്കാം. കൂടിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓയിൽ ആ ജെല്ലിലിടാം. ജെല്ലിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റൂട്ട് മുതൽ എൻഡ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. തലമുടിയിൽ അപ്ലൈ ചെയ്യാം, സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, ഡ്രൈനെസ് മാറും, നല്ല സിൽക്കി ഹെയർ ആകും, ഹെയർ ഫോൾ മാറും, പിന്നെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. കണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇതുപോലെ കറ്റാർവാഴ പ്ലസ് ഇയോൺ ക്യാപ്സൂൾ, വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. കുഞ്ഞു മുടി വളരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ തേക്കാം കേട്ടോ. അതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മുട്ടയുടെ പാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പിന്നെ ഫ്ലാക്സീഡ് ജെല്ല് കേട്ടോ, അതും മാറി മാറി നമുക്ക് ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ഫ്ലാക്സീഡ് ആണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഹൈബിസ്കസിൻ്റെ, പിന്നത്തെ ആഴ്ച കറ്റാർവാഴ, അല്ലെങ്കിൽ ആഴ്ചയിൽ സമയമുള്ളവർക്ക് 2 ദിവസം വേണമെങ്കിൽ ഇതുപോലെ മാറി മാറി കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സൂള് ചേർത്ത, ഇതിൻ്റെ ഓയിൽ ചേർത്ത അലോവേര ജെല്ല് ഏറ്റവും ബെസ്റ്റാണ് മുടിക്ക്. ഏത് സീസണിലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ്, 100% ഉറപ്പാണ് കേട്ടോ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ഫാമിലിയിൽ പെട്ടവർക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അതുപോലെ എന്നോട് ആയുർവേദ പ്ലാന്റ്സിൻ്റെ കാണിച്ചു തരാൻ പറഞ്ഞു വീട്ടിൽ. ഞാൻ പ്ലാന്റ്സ് ആയിട്ട് നട്ടിരിക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ. ബാക്കിയുള്ളത് മുയൽ ചെവി, പൂവാങ്കുരുന്നല്, മുക്കൂറ്റി, കറുക, അതെല്ലാം അവിടെ ഇവിടെയൊക്കെ പറമ്പിലൊക്കെ ഉള്ളതാണ് കേട്ടോ. അവിടെ നിന്നാണ് പറിച്ചെടുക്കുന്നത്. അത് പ്രത്യേകം നട്ടിട്ടില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇതുപോലെ നല്ല റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും, നമ്മൾ ചെയ്യുക. അതുപോലെ ഇനി കാരണമൊന്നുമില്ലാതെ നമ്മൾ മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ 3 സ്റ്റേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് സൈക്ലിംഗ് ആയിട്ട് വരും. റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, സ്ലോ ഡൗൺ ഉണ്ടാവും, പിന്നെ കൊഴിഞ്ഞു പോക്ക് കേട്ടോ, ഷെഡിങ് എന്ന് പറയും, പിന്നെ ഒരു നിശ്ചല അവസ്ഥയിൽ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പാക്ക് എന്താണോ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കറ്റാർവാഴ പ്ലസ് വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടിയും കൂട്ടിയിട്ടുള്ള ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനമാവും മനസ്സുകൊണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടാണ് മുടി നമുക്ക് കൊഴിഞ്ഞു പോണത്, നിർത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തിരിച്ച് ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന അവസ്ഥ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, സമാധാനവും ഉണ്ടാവും. കാരണം മുടി പൊക്കോട്ടെ, മുടി 100 മുടിയൊക്കെ പോകും ഒരു ദിവസം, എന്നാലും നമുക്ക് അതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീഡിയോ കാണുമ്പോൾ. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർ ഒരാൾ പോലും ദുഃഖിക്കരുത്, മുടി പോയി എന്ന് ദുഃഖിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയ മുടിയൊക്കെ നമുക്ക് തിരിച്ചു വരും. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സായിട്ടും ജെല്ലായിട്ടും ഓയിലായിട്ടൊക്കെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അധികം പൈസ ചിലവില്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന അതുപോലെ അരി കഴുകിയ വെള്ളം, പിന്നെ കഞ്ഞി വെള്ളം, ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ പൈസയൊന്നും ചിലവാവാതെ തന്നെ നമുക്ക് മുടിയെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എന്നും പറയുന്ന പോലെ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലും നമുക്ക് നിർത്താൻ സാധിക്കും കേട്ടോ. എന്തൊക്കെ തരത്തിലും മുടി, എത്ര വർഷമായിട്ട് മുടി കൊഴിച്ചിലുള്ളതാണെങ്കിലും മുടി നമുക്ക് അതിനെ സാവധാനം ഹെയർ ഗ്രോത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ ടിപ്സ് കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോന്ന് അപ്ലൈ ചെയ്തിരിക്കാം, നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. അപ്പോൾ മുടി പോയി എന്നുള്ളതിൽ ആരും ടെൻഷൻ പിടിക്കണ്ട കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. ടെൻഷൻ കൂടുമ്പോൾ മുടി പോണു എന്നുള്ള ടെൻഷൻ വരുമ്പോഴാണ് കൂടുതൽ മുടി പോകുന്നത്, മുടി നരയ്ക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും വെള്ളം കുടിക്കാൻ, ധാരാളം വിറ്റാമിൻ കൂടിയ പദാർത്ഥങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കഴിക്കുക. അങ്ങനെ എല്ലാം കുട്ടികളെ വെള്ളം കുടിപ്പിക്കുക കേട്ടോ, ധാരാളം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്ക് നല്ല സന്തോഷ സമാധാനം ഐശ്വര്യമൊക്കെ കിട്ടും കേട്ടോ. കൂടെ ഈശ്വരനെ കൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം.
എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ കാണാം കേട്ടോ.